നമസ്കാരം. പെയ്ത്ത് വ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസായിട്ട് ചെയ്യുന്നത് യൂറോപ്പ് കൺട്രീസിനെ പറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പോളണ്ട് ചെയ്തു. പോളണ്ടിന്റെ VFSന്റെ പ്രശ്നങ്ങളൊക്കെ ചെയ്തായിരുന്നു. അത് കുറച്ച് കൂടെ കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. റെഡി ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ അതുപോലെ ഹംഗറിയെ പറ്റി ചെയ്തായിരുന്നു. ഹംഗറിയിലേക്ക് പോകാൻ ഏത് ഏജൻസി ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പബ്ലിഷ് ചെയ്യാഞ്ഞത് കാരണം ആ വഴി എൻ്റെ ഫ്രണ്ടാണ് കൊടുത്തേക്കുന്നത്. പുള്ളിക്കാരൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു. അത് സൈൻ ചെയ്ത് റിട്ടേൺ അയച്ചിട്ടുണ്ട്. ഹംഗറിയിലെ കമ്പനിയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ഒരു അഡ്വൈസർ ആണ്, അവരുടെ ഹംഗറിയിലെ അഡ്വൈസറാണ് അവർക്ക് ഡേറ്റ് എടുത്ത് കൊടുക്കുന്നത്, VFSന്റെ ഡേറ്റ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ ഡേറ്റ് ആവും. കാരണം അതിന് മുമ്പേ കൊടുത്ത ടീമുകൾക്ക് കുറേ പേർക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇവർക്കും കൂടെ ഡേറ്റ് വന്ന് വിസ ഒരു ദിവസം കൊണ്ട് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. കുറേ ഫേക്ക് ഏജൻസി വരുന്നുണ്ടല്ലോ, ഇത് അങ്ങനെയല്ല. എന്നാലും ഒരു ട്രസ്റ്റിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചത്. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ മാൾട്ട എന്ന് പറയുന്ന യൂറോപ്പ് കൺട്രിയെ പറ്റിയാണ്. കുറേ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. മാൾട്ട എന്ന് പറയുന്ന രാജ്യത്തേക്ക് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഒരു നല്ലൊരു ഏജൻസി വഴി പോകുന്നുമുണ്ട്. ഒരു റോയൽ ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ട്രിവാൻഡ്രത്താണ് ഒരു ഏജൻസി. ആ ഏജൻസി വഴി കുറേ പേര് കുറേ പേര് പോകുന്നുണ്ട്. അത് പക്ഷേ സ്കിൽഡ് വർക്കിലാണ് കുറേ പേർക്ക് വിസ അടിച്ചേക്കുന്നത്. അത് അവരുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റോയൽ ട്രാവൻകൂർ ആണ് അതിൻ്റെ ഏജൻസിയുടെ പേര്. അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ വിസ അടിച്ചേക്കുന്നത്. ടെലിഗ്രാം ഉണ്ട് അവരുടെ ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അവരുടെ ചാനലുണ്ട്, ഏജൻസിയുടെ ചാനൽ. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ പ്രധാനമായിട്ടും, കാരണം ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ആ ഏജൻസിയെ പറ്റി കാര്യങ്ങൾ ആദ്യമായിട്ട് പഠിക്കുക. പിന്നെ VFS അപ്പോയിൻമെൻറ്റ് അവരെടുത്ത് തരുമോ, പിന്നെ പേപ്പേഴ്സ് വർക്ക് അവർ ഓക്കെ ആക്കി തരുമോ, എല്ലാം നോക്കിയിട്ട് വേണം ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കാൻ. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധം എൻ്റെ ഫ്രണ്ട്സിനും പറ്റിയ അബദ്ധം വേറെ ആർക്കും പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ ഏജൻസിയുടെ പറ്റിയ ഡീറ്റെയിൽസ് പറയാഞ്ഞത്. ട്രസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക. ഫസ്റ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാതെ ആരും ചെയ്യില്ല. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ക്യാഷ് കൊടുക്കാതെ, നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാതെ എങ്ങനെ മാൾട്ടയിലേക്ക് പോവാം, പ്രോസസ്സിങ് ഫീ ഒന്നും കൊടുക്കാതെ എങ്ങനെ മാൾട്ടയിലേക്ക് പോവാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്, പ്രോസസ്സാണ്. നമുക്ക് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്കാണ് വേക്കൻസീസ് ഉള്ളത്. വേക്കൻസീസ് ആൾക്കാരെ എടുക്കുന്നത്. കുറേ പേര് ഇപ്പം അപ്ലൈ ചെയ്തിട്ട് അവർക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്, അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വെച്ചു. മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വേക്കൻസീസ്, അവിടുത്തെ വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബസ് ഡ്രൈവറിൻ്റെ വേക്കൻസി ഉണ്ട്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, അങ്ങനെ കുറേ വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, +2 ആണോ, ഡിഗ്രി ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് എന്താ വേണം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് CV, ഒരു യൂറോപ്യൻ CV, നല്ലൊരു CV റെഡിയാക്കിയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അവർ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ മെയിൽ അയക്കും. വേറൊരു തേർഡ് പാർട്ടി ഏജൻസിയാണ് നിങ്ങൾക്ക് മെയിൽ അയക്കുന്നത്. വേറെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. അതിലൊന്നും പോയി പെടരുത്. ഇതിനകത്ത് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരൊരു മെയിൽ അയക്കും. മെയിൽ കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആവും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം നമ്മൾ കുറേ ഇത്രയും 4-5 ലക്ഷം രൂപ, ഒരു 8 ലക്ഷം 7 ലക്ഷം വരെ വാങ്ങുന്നവരുണ്ട് മാൾട്ടയിൽ പോകാൻ വേണ്ടി. അപ്പം അത് അത്രയും എമൗണ്ട് കൊടുക്കാതെ ചെറിയൊരു തുച്ഛമായ എമൗണ്ട് മാത്രം പ്രോസസ്സിങ്, വിസ സ്റ്റാമ്പിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട് എമൗണ്ട് മാത്രമായിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയും, പിന്നെ അതുപോലെ ഏജൻസിക്ക് ക്യാഷ് കൊടുത്തിട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിലും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നു നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായി ഇനി വരുന്നതായിരിക്കും. നിങ്ങൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിനകത്ത് കയറി നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഒന്നും വേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ ഗൂഗിളിൽ ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് ജോബ് വേക്കൻസീസ് അടിച്ചു കൊടുത്താൽ തന്നെ വരും. അപ്പം അതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം പിന്നെ വേറെ എന്തെങ്കിലും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരും. ഓക്കെ, അപ്പം പുതിയ വീഡിയോ ഇനി വരുന്നതായിരിക്കും. ടിൽ ദെൻ